സോ ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റുകളിലേക്ക് പോകാം. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു ഫാമിലി റൗണ്ടിൽ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഫാമിലിയൊക്കെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിലേക്ക് എത്തിയിരുന്നു. അപ്പോൾ പ്രേക്ഷകരാരും പ്രതീക്ഷിച്ചിരുന്ന സംഭവങ്ങളൊന്നും നടന്നില്ല. ശ്രീധുവിൻ്റെ അമ്മയ്ക്ക് ആ ഒരു എന്താ പറയുക കോംബോയോട് വലിയ താല്പര്യങ്ങളും കാര്യങ്ങളും ഒന്നും ഇല്ല എന്ന് അവരുടെ സംസാരത്തിൽ നിന്നും മനസ്സിലായി. ശ്രീധുവിന് ആ ഒരു രീതിയിലുള്ള ഇൻപുട്ടുകളൊക്കെ ആയിരുന്നു കൊടുക്കുന്നത്. നമ്മുടെ ബിഗ് ബോസും വിളിച്ച് വാൺ ചെയ്യുകയും ഉണ്ടായി, ഇതുപോലെയുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കാതിരിക്കുക, കണ്ടസ്റ്റൻസിനെ തളർത്തുന്ന രീതിയിലുള്ള സംസാരം നടത്താതിരിക്കുക. എന്നിരുന്നാൽ പോലും അവർ പറയാനുള്ള കാര്യങ്ങളെല്ലാം ശ്രീധുവിനോട് ഡയറക്റ്റ് ആയിട്ട് വന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ ഇതുപോലെയുള്ള സംസാരങ്ങൾ ഒഴിവാക്കുക, ഒരു കോംബോ ഒഴിവാക്കുക, രാത്രി കാലങ്ങളിൽ ലൈറ്റ് അണച്ചതിന് ശേഷമുള്ള നിങ്ങളുടെ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കി നിങ്ങൾ ശ്രീധുവിനോട് ഉറങ്ങിക്കോളാനൊക്കെ പറയുന്നുണ്ട്. അത് ഈ ഒരു സംഭവത്തിനെക്കുറിച്ചാണ് പറയുന്നത്. തീർത്തും താല്പര്യമില്ലാത്ത ഒരു മട്ടാണ് നമ്മുടെ ശ്രീധുവിൻ്റെ അമ്മ ഈ ഒരു അർജുൻ വിഷയത്തിൽ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ അർജുനെ വന്ന് കയറിയപ്പോൾ മുതൽ വലിയ കാര്യമായിട്ടൊന്നും മൈൻഡ് പോലും ആക്കിയിട്ടില്ല ശ്രീധുവിൻ്റെ അമ്മ. എന്തായാലും ശ്രീധുവിൻ്റെ അമ്മ ഇതിനിടയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, പലരുമായിട്ട് മിങ്കിൾ ചെയ്യണം, എല്ലാവരുമായിട്ട് സംസാരിക്കണം, സ്വന്തം അഭിപ്രായങ്ങൾ പറയണം, അതുപോലെ തന്നെ ജിൻഡോയുടെയൊക്കെ ഗെയിം കണ്ടു പഠിക്ക് മോളെ എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് ശേഷമാണെന്ന് അറിയത്തില്ല, ഇവർ പോയതിന് ശേഷം, നമ്മുടെ ഫാമിലിയൊക്കെ പോയതിന് ശേഷം ശ്രീധു ഇതുവരെയും നടത്താത്ത സംഭവങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജിൻഡോയുമായിട്ടൊരു കമ്പനി അടിക്കൽ, ജിൻഡോയുമായിട്ട് രാത്രിയിൽ അവിടെ പോയിരുന്ന് നമ്മുടെ ലോണിൽ പോയിരുന്ന് ഭയങ്കര സംസാരവും കാര്യങ്ങളും, എന്തൊക്കെയാണ് ഇനി മുന്നോട്ട് എങ്ങനെയാണ്, അതുപോലെ തന്നെ ഇവർ തമ്മിലൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നും പറഞ്ഞ് ഭയങ്കര കമ്പനി അടിച്ച് സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. അതല്ലെന്നുണ്ടെങ്കിൽ റൂമിൽ പോയിരുന്ന് സംസാരിക്കുന്നത് ഒരു സംഭവങ്ങളൊക്കെയാണ് രാത്രിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു എന്താ പറയുന്ന കോംബോ സംസാരങ്ങളും കാര്യങ്ങളും ഇന്നലത്തെ ഒരു ദിവസം ഒഴിവായിരുന്നു. എന്താണെന്നുണ്ടെങ്കിൽ ഫാമിലി വന്നതിന് ശേഷം ഇന്നലത്തെ ആ ഒരു രാത്രിയിൽ ഇവർ തമ്മിലുള്ള ആ ഒരു സംഭാഷണങ്ങളും കാര്യങ്ങളും മൊത്തത്തിൽ അങ്ങ് ഒഴിവാക്കി സീതു വേറൊരു രീതിയിലേക്ക് മാറുന്നു. ഇനിയും വരുന്ന ദിവസങ്ങളിലേക്ക് ഒരു ഗെയിം ടെസ്റ്റിംഗ് നടക്കുമോ എന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. എന്താണെങ്കിലും ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞ ഒരു സംഭവത്തിന് ശേഷം ശ്രീധു എന്താ പറയുന്നത്, പെട്ടെന്ന് സ്വിച്ച് ഇട്ടതുപോലെയാണ് സംഭവങ്ങളൊക്കെ മാറ്റുന്നത്. ഇതുവരെയും ജിൻഡോയുമായിട്ട് വലിയ താല്പര്യങ്ങളോ അല്ലെങ്കിൽ ജിൻഡോയെ വിശ്വാസമോ ജിൻഡോയെ എതിർത്ത് നിന്നിരുന്ന ഒരു കൂട്ടത്തിലായിരുന്നു ശ്രീധു. എന്നാൽ ഇപ്പോൾ പെട്ടെന്ന് ജിൻഡോയുമായിട്ട് കമ്പനി അടിക്കുന്നു, ജിൻഡോയുമായിട്ട് സംസാരിക്കുന്നു. ശ്രീധുവിന് സ്വന്തമായിട്ടൊരു നിലപാടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ആ ഒരു കോംബോയിൽ മാത്രം ഇതുവരെയും വന്നു, മുന്നോട്ട് എങ്ങനെ പോകണമെന്നും അറിയത്തില്ല. കുറച്ച് ഇൻപുട്ട് കിട്ടിക്കഴിയുമ്പോൾ സംശയമാണ് ഏത് രീതിയിൽ മുന്നോട്ട് പോകണം, ഏത് രീതിയിൽ നിൽക്കണമെന്നൊക്കെ. ശ്രീധുവിനെ സംബന്ധിച്ച് വളരെ എന്താ പറയുന്നത് കൺഫ്യൂസിങ് ആണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ജെന്യൂനിറ്റിയോ കാര്യങ്ങളോ ഒന്നിലും തന്നെ ഇല്ലെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. പക്ഷേ അർജുൻ അങ്ങനെയല്ല കേട്ടോ. അർജുൻ വളരെ സിൻസിയർ ആണ്. വെറുതെ ഈ ഒരു കോംബോ പിടിച്ച് സ്വന്തം ഫ്യൂച്ചർ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പൊട്ടൻഷ്യലുള്ള കണ്ടസ്റ്റൻ്റ് ആണ്. പക്ഷേ വന്ന് കയറി ഈ ഒരു കോംബോയ്ക്ക് പുറകെ ഒലിപ്പിച്ച് നടന്ന് സ്വന്തം ആ ഒരു കാലിബർ കൂടി അവിടെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടാസ്കുകളിലാണെങ്കിലും മികച്ച പെർഫോമൻസ് നടക്കുന്നുണ്ട് ഓരോ ടാസ്കുകളിലും. അതുപോലെ തന്നെ അവിടെ പെർഫോമൻസിന് അവസരം കിട്ടുമ്പോഴൊക്കെ അർജുൻ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു കോംബോയും പിടിച്ച് നിന്ന് സ്വന്തം കാലിബർ അവിടെ കാണിക്കാൻ പറ്റാതെ പോകുന്ന ഒരു അവസ്ഥയാണ് അർജുന്. എന്നാൽ ശ്രീധു ആണെന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും നിൽക്കും, ഏത് രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ പോകും. അതുകൊണ്ട് അർജുൻ ഒന്ന് നോക്കി നിന്നോടുക. അതുപോലെ തന്നെ ശ്രീധു ആണെന്നുണ്ടെങ്കിൽ സ്വന്തം സ്റ്റാൻഡ് ഒന്ന് വ്യക്തമാക്കുക. അതുപോലെ തന്നെ എവിടെ നിൽക്കണമെന്ന് ഒരു വ്യക്തത വരുത്തുക. അതല്ലാന്നുണ്ടെങ്കിൽ പ്രേക്ഷകർ തൂക്കി വെളിയിലിടും. കാരണം ആ ഒരു കോംബോയിൽ മാത്രമാണ് ഇത്രയും ദിവസം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. എന്താണെങ്കിലും ശ്രീധുവിൻ്റെ അമ്മ വന്നതിന് ശേഷം ഉണ്ടായ മാറ്റങ്ങൾ മുന്നോട്ടും മാറ്റങ്ങളാകുമോ, കൂടുതൽ എന്താ പറയുക 2-3 വള്ളത്തിലൊക്കെ ചവിട്ടാനുള്ള ശ്രമങ്ങൾ തുടരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.